ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായനഭാഗം 2 ദിനവൃത്താന്തം 10 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം 2 ദിനവൃത്താന്തം 13-ാം അധ്യായം 12-ാം വാക്യം. ഇതാ, ഞങ്ങളോടുകൂടെ ഞങ്ങളുടെ തലവനായ ദൈവവും നിങ്ങളുടെ നേരെ ധ്വനിപ്പിക്കേണ്ടതിന് മഹാധ്വനി കാഹളങ്ങളോടും കൂടെ അവൻ്റെ പുരോഹിതന്മാരും ഉണ്ട്. ഇസ്രായേൽ രാജ്യം രണ്ടായി വിഭജിക്കപ്പെടുന്നതും രഹബയാം, യൊരോബയാം, അബിയാവ് എന്നീ രാജാക്കന്മാരുടെ ഭരണ കാലഘട്ടത്തെയും കുറിച്ച് വിവരിക്കുന്നതാണ് ഇന്നത്തെ വായനഭാഗം. ഇതിലൂടെ മനുഷ്യൻ്റെ വിവേകശൂന്യമായ തീരുമാനങ്ങളും ദൈവത്തിൻ്റെ വിശ്വസ്തതയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഈ സംഭവങ്ങളിൽ നിന്നും ചില ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, ദൈവഹിതത്തിന് കീഴടങ്ങുക. തൻ്റെ രാജ്യം നഷ്ടപ്പെട്ടപ്പോൾ അത് തിരിച്ചു പിടിക്കുവാൻ യുദ്ധത്തിനൊരുങ്ങുന്ന രഹബയാം രാജാവിനെ 2 ദിനവൃത്താന്തം 11-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ ശെമയ്യ പ്രവാചകൻ മുഖാന്തരം ദൈവം രഹബയാമിന് അരുളപ്പാട് നൽകുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ പുറപ്പെടരുത്, നിങ്ങളുടെ സഹോദരന്മാരോട് യുദ്ധം ചെയ്യരുത്, ഓരോരുത്തൻ താൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവിൻ. ഈ കാര്യം എൻ്റെ ഹിതത്താൽ സംഭവിച്ചിരിക്കുന്നു എന്നിപ്രകാരം യഹോവ അരുളി ചെയ്യുന്നു. ഇവിടെ രഹബയാം രാജാവ് ആ വാക്കുകൾക്ക് കീഴടങ്ങുകയും യുദ്ധം വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ചിലപ്പോഴൊക്കെ നമ്മുടെ പരാജയങ്ങളും നഷ്ടങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗവുമാകാം. ആ ഇടങ്ങളിൽ ദൈവശബ്ദം കേൾക്കുവാനും നമ്മുടെ ശരികൾ മാറ്റിവെച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായും കീഴടങ്ങുവാനും നാം ഓരോരുത്തരും തയ്യാറാകുക. രണ്ടാമതായിട്ട്, പ്രതിസന്ധികളിലെ വിശ്വാസ പ്രഖ്യാപനം. രഹബയാമിൻ്റെ മകനായ അബിയാവ് രാജാവാകുന്നതായി 13-ാം അധ്യായത്തിൽ നാം കാണുന്നു. ഇവിടെ ഇസ്രായേൽ രാജാവായ യൊരോബയാമിനോട് യുദ്ധം ചെയ്യുമ്പോൾ അബിയാവ് നടത്തുന്ന പ്രസംഗം വളരെയധികം ശ്രദ്ധേയമായ ഒന്നാണ്. തങ്ങളുടെ ശത്രു സൈന്യം മുന്നിലും പിന്നിലും ഒരുപോലെ വളഞ്ഞിട്ടും അബിയാവും യഹൂദ പുത്രന്മാരും ദൈവത്തോട് നിലവിളിക്കുകയും ദൈവം അവരെ വിടുവിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ശത്രുക്കൾ എത്ര പ്രബലരായാലും അവരുടെ സംഖ്യാബലത്തിലല്ല, മറിച്ച് ദൈവത്തിലുള്ള വിശ്വാസത്തിനാണ് വിജയം നമുക്ക് ലഭിക്കുന്നത്. ഇതാ, ഞങ്ങളോട് കൂടെ ഞങ്ങളുടെ തലവനായി ദൈവം ഉണ്ട് എന്ന ഉറച്ച പ്രഖ്യാപനം ഇന്ന് നമുക്കും മാതൃകയാക്കാം. ആ വലിയ ഉറപ്പോടെ ജീവിപ്പാൻ ദൈവം നമ്മെ ഏവരെയും ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ദൈവഹിതത്തിന് പൂർണ്ണമായും കീഴടങ്ങുവാൻ ഞങ്ങളെ ഏവരെയും അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങളോടുകൂടെ ഞങ്ങൾക്ക് തലവനായി ദൈവം ഉണ്ട് എന്നുള്ള ആ ഒരു വലിയ ഉറപ്പോടെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഏവരെയും ഇടയാക്കണമേ. ആമേൻ.